വെൽക്കം. തഹ്മനാണ്. മൈക്രോബയോളജിയിൽ സ്റ്റെറിലൈസേഷൻ വീഡിയോ സീരീസിൽ ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനെ പറ്റിയാണ്. ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ഫിസിക്കൽ മെത്തേഡ്സിലെ ഹീറ്റിൽ വരുന്നതാണ് ഡ്രൈ ഹീറ്റ്, മോയിസ്റ്റ് ഹീറ്റ്. അതിൽ മോയിസ്റ്റ് ഹീറ്റ് ആണ് നമ്മൾ പറയാ. ഡ്രൈ ഹീറ്റിലുള്ള ഹോട്ട് എയർ ഓവനൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ മോയിസ്റ്റ് ഹീറ്റിൽ സ്റ്റീം ഓർ മോയ്സ്ചറൈസ്ഡ് ഹീറ്റ്, നമ്മൾ സ്റ്റീം ആണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ മോയ്സ്ചറൈസ്ഡ് ഹീറ്റ്. സോ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുക. സോ ഇതിന്റെ പെനിട്രേഷൻ പവർ എന്ന് വെച്ചാൽ വളരെയധികം കൂടുതലാണ്. ആൻഡ് ഇതിന്റെ അടിസ്ഥാന പ്രിൻസിപ്പിൾ ബിഹൈൻഡ് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ എന്ന് വെച്ചാൽ കൊയാഗുലേഷൻ ആണ്. കൊയാഗുലേഷൻ അല്ലെങ്കിൽ ഡീനേച്ചറേഷൻ. ബാക്ടീരിയൽ പ്രോട്ടീൻ അല്ലെങ്കിൽ അവയുടെ എൻസൈംസ്, ബാക്ടീരിയയുടെ അകത്തുള്ള എൻസൈംസ് പ്രോട്ടീൻസ് എല്ലാത്തിനെയും കൊയാഗുലേറ്റ് ചെയ്യുന്നു. അപ്പോഴത്തേക്കും അത് ചത്തുപോക്കോളും. സോ ഇതാണ് ഇതിന്റെ അടിസ്ഥാന പ്രിൻസിപ്പിൾ. ആൻഡ് മോയിസ്റ്റ് ഹീറ്റ് നമുക്ക് 3 തരത്തിൽ ചെയ്യാം. അപ്പോൾ അവിടെ നമ്മൾ നോക്കുന്നത് ടെമ്പറേച്ചർ, ഏത് ടെമ്പറേച്ചർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കാര്യം. ഇറ്റ് ക്യാൻ ബി ബിലോ 100 ഡിഗ്രി, 100 ഡിഗ്രി സെന്റിഗ്രേഡിൽ താഴെ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മുടെ വെള്ളം തിളക്കുന്ന 100 ഡിഗ്രി സെന്റിഗ്രേഡിൽ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ എബവ് 100 ഡിഗ്രി, 100 ഡിഗ്രിയിലും മേലെ നമുക്ക് ചെയ്യാം. സോ അങ്ങനെ 3 മെത്തേഡ്സ് ഓർ ടൈപ്സ് ഓർ മെത്തേഡ്സ് ഉണ്ട് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. സോ അപ്പോൾ നമുക്ക് ആദ്യം 100 ഡിഗ്രിയിൽ താഴെയുള്ള മെത്തേഡ്സ് നമുക്ക് ആദ്യം പറയാം. 100 ഡിഗ്രിയിൽ താഴെ നമുക്ക് 4 മെത്തേഡ്സ് പറയാം. ഫസ്റ്റ് വൺ, ആദ്യത്തെ നമ്മൾ പറയുന്നത് പാസ്ചറൈസേഷൻ ആണ്. PASTURISATION, ലൂയിസ് പാസ്റ്റർ ആണ് ഈ പാസ്ചറൈസേഷൻ മെത്തേഡ് പറഞ്ഞത്. സോ ഇത് മിൽക്ക് അല്ലെങ്കിൽ പാലിന് വേണ്ടിയുള്ള മാത്രം മെത്തേഡ്സ് ആണ്. സോ ഇവിടെ ഒരു 90% ബാക്ടീരിയ, വെജിറ്റേറ്റീവ് ഫോംസിലുള്ള ബാക്ടീരിയ എല്ലാം നശിക്കും. പക്ഷേ സ്പോർസിനെ കൊല്ലാൻ പറ്റില്ല എന്നുള്ളതാണ്. സ്പോർസ് ചാവില്ല. ആൻഡ് വേറെ ബാക്ടീരിയ ചാവാത്തത് കോക്സില്ല ആണ്. കോക്സില്ല ബെർണറ്റി എന്ന് പറയുന്നതും ചാവില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് നോൺ സ്പോറിംഗ് ആയിട്ടുള്ള പാത്തോജൻസ്, ഉദാഹരണത്തിന് മൈക്കോബാക്ടീരിയ, സാൽമണല്ല, ബ്രൂസല്ല. സോ ഇങ്ങനെയൊക്കെയുള്ളവയൊക്കെ കൊല്ലാൻ പറ്റും. പക്ഷേ സ്പോർസ് ഉള്ളവയെ കൊല്ലാൻ പറ്റില്ല. ആൻഡ് ഇത് തന്നെ പ്രധാനമായിട്ട് ഞാൻ പ്രധാന മെത്തേഡാണ് പറയുന്നത്. 2 മെത്തേഡിൽ നമുക്ക് ചെയ്യാം. ഒന്ന് ഹോൾഡർ മെത്തേഡാണ്. ഹോൾഡേഴ്സ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഹോൾഡർ മെത്തേഡ് ഇവിടെ നമ്മൾ 63 ഡിഗ്രിയാണ്, അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 62.8 എന്നൊക്കെ പറയേണ്ടി വരും. ഒരു 30 മിനിറ്റ് നമ്മൾ ചൂടാക്കുന്നു. ദെൻ ഫോളോഡ് ബൈ കൂളിംഗ്, 13 ഡിഗ്രിയിലേക്ക് തണുപ്പിക്കുന്നു. ഇതാണ് ഹോൾഡർ മെത്തേഡ്. രണ്ടാമത്തതിൽ ടെമ്പറേച്ചർ കുറച്ചുകൂടി ഉയർത്തും, പക്ഷേ ചൂടാക്കൽ നേരം വളരെയധികം കുറയും എന്നുള്ളതാണ്. രണ്ടാമത്തതിൽ നമ്മൾ 72 ഡിഗ്രി അല്ലെങ്കിൽ 71.7 ഡിഗ്രി എന്നൊക്കെ പറയാം. 20 സെക്കൻഡ്സ് മതി. 20 സെക്കൻഡ്സ് നേരം ചൂടാക്കുന്നു. ദെൻ ക്വിക്ലി കൂൾ ടു 13 ഡിഗ്രിയിലേക്ക് തണുപ്പ്. സോ ലോ ടെമ്പറേച്ചർ ലോങ് ടേം അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ഷോർട്ട്. ഇതാണ് പ്രധാനമായിട്ടും ചെയ്യുന്ന മെത്തേഡുകൾ. ഇനി അൾട്രാ ഹൈ ടെമ്പറേച്ചർ മെത്തേഡ് ഒക്കെ ഉണ്ട്. നമുക്കിത് മതി തൽക്കാലം. പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ്, നമ്മളെല്ലാം 100 ഡിഗ്രിയിൽ താഴെയുള്ള മെത്തേഡാണ് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡ് ഇൻസ്പിസേഷൻ ആണ്. INSPI, SSATION, ഇൻസ്പിസേഷൻ മെത്തേഡ്. അതിന് നമുക്ക് ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഇത് തന്നെ ഇന്റർമിറ്റന്റ് സ്റ്റെറിലൈസേഷനിലും നമുക്ക് പെടുത്താം. സോ ഇവിടെയും 100 ഡിഗ്രിയിൽ താഴെയാണ്. അപ്പോൾ ടെമ്പറേച്ചർ ഈസ് 80 to 85 ഡിഗ്രിയാണ്. 30 മിനിറ്റ്, അരമണിക്കൂർ നേരമാണ് നമ്മൾ ചൂടാക്കുക. ഇങ്ങനെ എത്ര ദിവസം ചെയ്യണം? 3 ദിവസം, 3 ഡേയ്സ് ചെയ്യണം. അരമണിക്കൂർ വീതം, 80 to 85. ആദ്യത്തെ ദിവസം ഇന്നാണെങ്കിൽ, ഫസ്റ്റ് ഡേ ഇന്നാണെങ്കിൽ, നാളെ ചെയ്യണം, മറ്റന്നാൾ ചെയ്യണം, ടുമാറോ ആൻഡ് ആഫ്റ്റർ ടുമാറോ. സോ അപ്പോൾ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം അങ്ങോട്ട് ചെയ്യണം. ആൻഡ് ഇത് ചെയ്യുന്നത് ചില കൾച്ചർ മീഡിയക്കാണ്. കൾച്ചർ മീഡിയ മിക്കവാറും നമ്മൾ കൾച്ചർ മീഡിയ ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഓട്ടോക്ലേവിംഗ് വഴിയാണ്. പക്ഷേ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ചില കൾച്ചർ മീഡിയകളുണ്ട്. അൺസ്റ്റേബിൾ ആയിട്ടുള്ളത് ഉദാഹരണത്തിന് സിറം ഉള്ളവ, അല്ലെങ്കിൽ എഗ് അതിനകത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഷുഗേഴ്സ് ഉള്ളത്, അല്ലെങ്കിൽ ജലാറ്റിൻ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉള്ളത്, അവിടെ നമുക്ക് ഇൻസ്പിസേഷൻ ചെയ്യാം എന്നുള്ളതാണ്. സോ ആദ്യ ദിവസം, അപ്പോൾ ഫസ്റ്റ് ദിവസം വെജിറ്റേറ്റീവ് ഫോംസ് ഒക്കെ ചത്തുപോകും. അപ്പോൾ സ്പോർസ് അവിടെ ഉണ്ടാവും. സ്പോർസ് വീണ്ടും വെജിറ്റേറ്റീവ് ഫോംസ് ആകുമ്പോൾ 2ാം ദിവസം നമുക്ക് അതിനെ കൊല്ലാം. നെക്സ്റ്റ് ഡേ ആവർത്തിക്കുമ്പോൾ സ്റ്റെറിലൈസേഷൻ, വീണ്ടും അടുത്ത ദിവസം ആവർത്തിക്കുമ്പോൾ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആവും. സോ അപ്പോൾ ഏതൊക്കെ കൾച്ചർ മീഡിയ എന്ന് ചോദിച്ചാൽ ഉദാഹരണത്തിന് ലോവൻസ്റ്റീൻ, ജെൻസൺ കൾച്ചർ മീഡിയ ഉണ്ട്, അല്ലെങ്കിൽ ലോഫേഴ്സ് മീഡിയ, LOEFFERS, ലോഫേഴ്സ് സിറം എന്നാണ് അതിന് പറയാം. സോ ഇത് രണ്ടുമൊക്കെ ചെയ്യുന്നതിന് നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം, ഇൻസ്പിസേഷൻ ഉപയോഗിക്കാം. ഇനി മൂന്നാമത്തത് നമുക്ക് ഇതിനകത്ത് വാക്സിൻ ബാത്ത് ആണ് നമുക്ക് പറയാനുള്ളത്. വാക്സിൻ ബാത്ത് ഫോർ വാക്സിൻസ് ഒക്കെയാണ്. സ്റ്റെറിലൈസേഷൻ ഓഫ് സിറത്തിന് ചെയ്യാം. ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ആണെങ്കിൽ അതിനാണ് ഉപയോഗിക്കുക. ഒരു 60 ഡിഗ്രി സെന്റിഗ്രേഡ്, അല്ല ചില ബുക്കിലൊക്കെ 56 ഡിഗ്രി എന്ന് കാണാം. ദിവസേന 1 അവർ, 1 മണിക്കൂർ തുടർച്ചയായിട്ട് ദിവസങ്ങൾ ചെയ്യുന്ന മെത്തേഡാണിത്. ഡെയിലി ഇൻ വാക്സിൻ ബാത്ത് എന്ന് വെച്ചാൽ സ്പെഷ്യൽ വാട്ടർ ബാത്ത് ആണ്. മിക്കവാറും വെജിറ്റേറ്റീവ് ഫോംസ് എല്ലാം ചാകും. സോ ഇതാണ് ഒരു മെത്തേഡ്. ഇനി നാലാമത്തെ ഒരു മെത്തേഡ് പറയുകയാണെങ്കിൽ ഇത് 100 ഡിഗ്രി താഴെ ചെയ്യുന്നതാണ്. ലോ ടെമ്പറേച്ചർ സ്റ്റീം ഫോർമാൽഡിഹൈഡ് സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. LTSF എന്ന് നമുക്ക് എഴുതാം. സോ ടെമ്പറേച്ചർ 75 ഡിഗ്രിയിൽ ഫോർമാൽഡിഹൈഡ് വെച്ച് അതിന്റെ വേപ്പർ വെച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. സ്റ്റീം അറ്റ് സബ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ 100 ഡിഗ്രിയിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാത്ത സംഭവങ്ങളെയൊക്കെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് LTSF ഉപയോഗിക്കാം. അപ്പൊ ഇനി നമുക്ക് പറയേണ്ടത് മോയിസ്റ്റ് ഹീറ്റിൽ 100 ഡിഗ്രിയിൽ ചെയ്യാവുന്ന സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ബോയിലിംഗ്, തിളപ്പിക്കൽ തന്നെയാണ് ബോയിലിംഗ്. ഓൾഡസ്റ്റ് ട്രഡീഷണൽ മെത്തേഡാണ്. 100 ഡിഗ്രി
ഡിഗ്രിയിൽ ഒരു 10 to 30 മിനിറ്റ് നേരം എങ്കിലും ചൂടാക്കിയാൽ അപ്പോൾ വെജിറ്റേറ്റീവ് ഫോംസ് ഒക്കെ ചാകും, പക്ഷെ സ്പോർസ് ചാവില്ല എന്നുള്ളതാണ്. സ്പോർസ് വിൽ വിത്ത്സ്റ്റാൻഡ്. സാധാരണ ഇതൊന്നും സർജിക്കൽ പ്രൊസീജിയേഴ്സിന് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഉദാഹരണത്തിന് ഫീഡിംഗ് ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാഷ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നല്ലാതെ മെഡിക്കലി നമുക്ക് ഇത് വെച്ച് കാര്യങ്ങളൊന്നും നടത്താൻ പറ്റില്ല. എങ്കിലും ബോയിലിംഗ് വീട്ടിലൊക്കെ ചെയ്യാവുന്ന കാര്യം. ആൻഡ് അടുത്തത് സെക്കൻഡ് മെത്തേഡ് അറ്റ് 100 ഡിഗ്രി ഈ ടിൻഡലൈസേഷൻ ആണ്. ടിൻഡലൈസേഷൻ എന്ന് പറയുന്നതാണ് അടുത്ത മെത്തേഡ്. ആൻഡ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻസ്പിസേഷൻ എന്ന് പറയുന്ന 100 ഡിഗ്രിയിൽ താഴെ നമ്മൾ ചെയ്ത അതേപോലെയുള്ള ഇന്റർമീഡിയന്റ് മെത്തേഡാണ്. ഇന്റർമീഡിയന്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. അപ്പോൾ ഇവിടെയും തുടർച്ചയായിട്ട് എത്ര ദിവസം വേണ്ടി വരും? 3 ദിവസം നമ്മൾ ചെയ്യണം. ഏതാണ് നമ്മൾ ചെയ്യുക? സെയിം നമ്മൾ അവിടെ പറഞ്ഞ അതേ കൾച്ചർ മീഡിയ ഒക്കെയാണ്. എഗ്, സിറം, ഷുഗർ കണ്ടെയ്നിങ് ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ മീഡിയാസിനാണ് നമ്മൾ ഉപയോഗിക്കുക. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മറ്റേത് 100 ഡിഗ്രിയിൽ താഴെയാണെങ്കിൽ ഇത് 100 ഡിഗ്രി ആണ് എന്നുള്ളതാണ്. സോ ഡിഫറൻസ് ഈസ് ഇൻ ദ ടെമ്പറേച്ചർ. സോ 100 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ്സ് നമ്മൾ അങ്ങോട്ട് ചൂടാക്കും. 20 to 30 മിനിറ്റ്സ് ചൂടാക്കിയാൽ ഫസ്റ്റ് എക്സ്പോഷറിൽ സ്പോർസ് ചാവില്ല. നെക്സ്റ്റ് ഡേ സ്പോർസ് വെജിറ്റേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ കൊല്ലാം. തേർഡ് ഡേ വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. സോ ഇതാണ് ടിൻഡലൈസേഷൻ. അപ്പോൾ 100 ഡിഗ്രിയിലെ മൂന്നാമത്തെ മെത്തേഡ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ്. സ്റ്റീം സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോൾ 100 ഡിഗ്രി ടെമ്പറേച്ചർ ഉള്ള സ്റ്റീമാണ് നമ്മൾ യൂസ് ചെയ്യുക. എത്ര മിനിറ്റ് വേണമെന്ന് വെച്ചാൽ 90 മിനിറ്റ്, 1.5 മണിക്കൂർ വേണം. യൂസ് ചെയ്യുന്ന സംഭവം കച്ച് ഓർ ആർണോൾഡ് സ്റ്റീം സ്റ്റെറിലൈസർ ഓർ ജനറേറ്റർ ഇതൊക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. സോ അടിയിൽ വെള്ളം അടിയിലുണ്ടാകും. അതിൽ 100 ഡിഗ്രി അങ്ങ് തിളയ്ക്കുമ്പോൾ പെർഫറേറ്റഡ് ആയിട്ടുള്ള തുളകളുള്ള അതിന്റെ ട്രേസ് വഴി സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക്. സോ വെജിറ്റേറ്റീവ് ഫോംസ് ആർ കിൽഡ് എക്സെപ്റ്റ് തെർമോഫിൽസ്. തെർമോഫിൽസിനെ നമുക്ക് കൊല്ലാനായിട്ട് പറ്റില്ല. സോ ഓട്ടോക്ലേവ്സിൽ നശിച്ചു പോകുന്ന അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്യാവുന്ന, ഓട്ടോക്ലേവ് എന്ന് പറയുമ്പോൾ 100 ഡിഗ്രിയിൽ മുകളിലാണ്, അങ്ങനെയൊക്കെ നശിച്ചു പോകാവുന്ന ഡീകമ്പോസ് ചെയ്യാവുന്ന കൾച്ചർ മീഡിയ ഒക്കെ ഇതിനകത്ത് സ്റ്റെറിലൈസ് ചെയ്യാം. 1.5 മണിക്കൂർ വെക്കണം എന്നുള്ളതാണ്. സോ ദിസ് ഇസ് സ്റ്റീം. ഇതാണ് മെത്തേഡ്സ്. അപ്പോൾ നമുക്ക് പറയേണ്ടത് മൂന്നാമത്തത് 100 ഡിഗ്രിയിലും മുകളിൽ ഉള്ള എബവ് 100 ഡിഗ്രി ടെമ്പറേച്ചറുള്ള സ്റ്റീം വെച്ചിട്ടുള്ള മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. 100 ഡിഗ്രിയിൽ മുകളിൽ വെള്ളം തിളയ്ക്കാൻ അപ്പം എന്ത് ചെയ്യണം? പ്രഷർ വർദ്ധിപ്പിക്കില്ല. പ്രഷർ. സോ സ്റ്റീം അണ്ടർ പ്രഷർ. സ്റ്റീം അണ്ടർ പ്രഷർ എന്നും നമുക്ക് ഇത് വിളിക്കാം. അല്ലെങ്കിൽ ഈ മെത്തേഡിന്റെ പ്രധാനപ്പെട്ട പേര്, ഏറ്റവും ഫേമസ് പേര് ഓട്ടോക്ലേവിംഗ് എന്നാണ് നമ്മൾ പറയുക. ഇൻസ്ട്രുമെന്റ് ഈസ് ഓട്ടോക്ലേവ് ആണ്. ഓട്ടോക്ലേവ് വെച്ച് ചെയ്യുന്ന ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ. നമ്മുടെ വീട്ടിലെ പ്രഷർ കുക്കറാണ് സിമ്പിൾ എക്സാമ്പിൾ ഓഫ് സ്റ്റീം അണ്ടർ പ്രഷർ. സോ അപ്പോൾ അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അറ്റ് ഹയർ പ്രഷർ. പ്രഷർ കൂടുമ്പോൾ, പ്രഷർ വർദ്ധിക്കുമ്പോൾ അറ്റ് ഹയർ പ്രഷർ വാട്ടർ വിൽ ബോയിൽ ഓർ ഇറ്റ്സ് വേപ്പർ പ്രഷർ വിൽ ഇൻക്രീസ്. വേപ്പർ പ്രഷർ കൂടും. സോ ഒരു ക്ലോസ്ഡ് വെസലിൽ പ്രഷർ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ സ്റ്റീമിന്റെ ടെമ്പറേച്ചർ ഉയരും. വാട്ടർ ബോയിൽസ് എബവ് 100 ഡിഗ്രി സെന്റിഗ്രേഡ്. സാധാരണ വെള്ളം തിളക്കുന്നത് 100 ഡിഗ്രിയിലാണ്. പ്രഷർ വർദ്ധിപ്പിക്കുമ്പോൾ അതിന്റെ ബോയിലിംഗ് പോയിന്റ്, വേപ്പർ പ്രഷർ ഉയർന്ന് ബോയിലിംഗ് പോയിന്റ് വരും. സോ 108 മുതൽ 108 to 147 ഡിഗ്രി വരെ ടെമ്പറേച്ചർ ഒക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. സോ അപ്പോൾ അതിന്റെ പെനിട്രേറ്റിംഗ് പവർ, സ്റ്റീമിന്റെ പെനിട്രേറ്റിംഗ് പവർ അറ്റ് ഹയർ പ്രഷർ വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ ഇതിന്റെ മെക്കാനിസം ഓഫ് സ്റ്റെറിലൈസേഷൻ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞാണ്. മോസ്റ്റ് ഹൈ പ്രഷർ സ്റ്റീം ബാക്ടീരിയയുടെ മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രോട്ടീൻ കോയാഗുലേഷൻ ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ മെക്കാനിസം. സോ ഇപ്പോൾ നമ്മൾ ഈ പ്രഷർ ഒരു 5 പൗണ്ട് പെർ സ്ക്വയർ ഇഞ്ച് നമ്മൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വേപ്പർ പ്രഷർ 110 ഡിഗ്രിയാന്ന് വെച്ചാൽ 110 ഡിഗ്രിയിൽ വെള്ളം തിളയ്ക്കും എന്നുള്ളതാണ്. ഈ 5 എന്നുള്ളത് 10 പൗണ്ട് ആക്കിയാലോ, 10 പൗണ്ട് പെർ സ്ക്വയർ ഇഞ്ച് ആക്കി കഴിഞ്ഞാൽ വെള്ളം 116 ഡിഗ്രിയിലെ തിളയ്ക്കൂ. 15 ആക്കിയാലോ, 15 ആക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 121 ഡിഗ്രി. സോ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് 15 പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച് ആക്കിയിട്ട് 121 ഡിഗ്രിയിലായിരിക്കും നമ്മൾ സാധാരണ ചെയ്യുക. 121 ഡിഗ്രിയിൽ സ്പോർസ് ഒക്കെ ചത്തുപോക്കോളും എന്നുള്ളതാണ്. ഇനിയും വർദ്ധിപ്പിക്കണമെങ്കിൽ വർദ്ധിപ്പിക്കാം. 20 ആക്കി കഴിഞ്ഞാൽ 126 ഡിഗ്രിയിൽ ബോയിൽ ചെയ്യുള്ളൂ. 30 ആക്കിയാലോ, 30 ആക്കി കഴിഞ്ഞാൽ 135 ഡിഗ്രിയിലെ ബോയിൽ ചെയ്യത്തുള്ളൂ. സോ ഇൻക്രീസിംഗ് ദ പ്രഷർ പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച് ബോയിലിംഗ് പോയിന്റ് കൂടും. അപ്പോൾ സ്റ്റീമിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ആവും. 135 വരെയൊക്കെ ആക്കാം, 147 വരെയൊക്കെ ആക്കാം നമ്മൾ പറഞ്ഞു. സോ അപ്പോൾ ഇനി നമുക്ക് ഇൻസ്ട്രുമെന്റേഷൻ പറയണം. അപ്പോൾ ഇൻസ്ട്രുമെന്റിന് ഒന്നുകിൽ വെർട്ടിക്കൽ ആയിട്ടുള്ള, വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഞാൻ തൽക്കാലം ഇങ്ങനെ വരയ്ക്കാം. വെർട്ടിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈവൻ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള, ഇങ്ങനെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ. അപ്പോൾ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയതെന്ന് വിചാരിക്കുക. ഓർ ഇറ്റ് ക്യാൻ ബി സ്റ്റെയിൻലെസ് സ്റ്റീൽ ഓർ ഗൺ മെറ്റൽ കൊണ്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഉപയോഗിക്കുക. ആൻഡ് ഇതിന് തൽക്കാലം ഞാൻ അടിവശം ഇങ്ങനെ വരച്ച് വയ്ക്കാം. ഇതിനൊരു അടപ്പ് വേണം, ഇങ്ങനെ ഒരു അടപ്പ് വേണം. ആൻഡ് അടപ്പിന് നമുക്ക് ലിഡ് എന്ന് വിളിക്കാം. സോ ലിഡ് വേണം. സോ ഇത് ഇങ്ങനെ അടച്ചു വെക്കണമെങ്കിൽ ഒരു സ്ക്രൂ വെച്ചിട്ടായിരിക്കും അടക്കുക. അപ്പോൾ എയർ ടൈറ്റ് ആക്കാനായിട്ട് പറ്റും. സോ ദിസ് വിൽ ബിക്കം എയർ ടൈറ്റ്, സ്ക്രൂ വെച്ചിട്ട്. സോ ലിഡിന് ഒരു ദർ മസ്റ്റ് ബി എ ഡിസ്ചാർജ് ടാപ്പ് എന്ന് പറഞ്ഞൊരു ടാപ്പ് വേണം. അതെന്തിനായിരിക്കും? അത് ഇതിനകത്തുള്ള എയർ, ഇതിനുള്ള എയർ നമ്മൾ ഇതിനകത്ത് വെള്ളമുള്ള തിളപ്പിക്കുക. വെള്ളം തിളപ്പിക്കുമ്പോൾ സ്റ്റീമായിട്ട് വരും. അപ്പോൾ ഈ എയർ പുറത്തേക്ക് പോകാനായിട്ടാണ് ഡിസ്ചാർജ് ടാപ്പ് നമുക്ക് വേണ്ടത്. ഇനി ഇതിനകത്ത് പ്രഷർ
അറിയാൻ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് എന്താ വേണ്ട, ഒരു പ്രഷർ ഗേജ് സിസ്റ്റം നമുക്ക് ഇവിടെ വേണം. പ്രഷർ ഗേജ് വേണം, ദെൻ പ്രഷർ റെഗുലേറ്റർ വേണം, ഗേജും നമുക്ക് വേണം. ആൻഡ് പ്രഷർ എങ്ങാനോ അമിതമായി കഴിഞ്ഞാൽ തള്ളി പൊട്ടിത്തെറിക്കാനായിട്ട് അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനായിട്ട് ഒരു സേഫ്റ്റി വാൽവ് കൂടി ഇതിന് വേണം. അപ്പോൾ സ്റ്റീമിനകത്ത് ഉണ്ടാക്കാൻ നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് നമുക്ക് വെള്ളം ഇതിനകത്ത് ഇത്രയും സ്ഥലത്താണെന്ന് വിചാരിക്കുക. ആൻഡ് ഇവിടെ നമ്മൾ ഒരു ഹീറ്റിംഗ് കോയിൽ, ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് കോയിലാണ്, ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് കോയിലായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. സാധാരണ മിക്കവാറും ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് കോയിലായിരിക്കും. ആൻഡ് സ്റ്റീം അപ്പോൾ അകത്തേക്ക് കയറാനായിട്ട് ഇവിടെ ഒരു പുറത്ത് വെച്ചുണ്ടാക്കിയിട്ടും വിടാം. സ്റ്റീം അകത്തേക്ക് കയറാനായിട്ട് ഒരു സ്റ്റീം ഇൻലെറ്റ് ഇത് സെപ്പറേറ്റ് യൂണിറ്റ് ആക്കിയിട്ട് സ്റ്റീം ഇങ്ങോട്ടേക്ക് കയറ്റാനും ഉള്ള വഴിയുണ്ട്. അപ്പോൾ അതിന് സ്റ്റീം ഇൻലെറ്റ് നമുക്ക് ഉപയോഗിക്കാം. ആൻഡ് അപ്പോൾ അകത്തെ ട്രേസ്, ഇങ്ങനെ വെക്കുന്ന ട്രേ, സ്റ്റെറിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംഭവങ്ങളുടെ ആ ട്രേ എപ്പോഴും പെർഫറേറ്റഡ് ആയിരിക്കും. പെർഫറേറ്റഡ് ട്രേ, ഇതിൻ്റെ അകം ഇങ്ങനെ തുറന്നു നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ട്രേ ഇരിക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി പെർഫറേറ്റഡ്, എന്നാലാണ് സ്റ്റീം എല്ലായിടത്തും കൂടിയും കടന്നു പോകത്തുള്ളൂ. സ്റ്റീം കടന്നു പോകാനായിട്ട് ട്രേയിൽ സ്റ്റെറിലൈസ് ചെയ്യാനുള്ള ഇങ്ങനെ ഇവിടെ സംഭവങ്ങൾ നമുക്ക് വെക്കാം. ആൻഡ് സ്റ്റീം ജാക്കറ്റ് ഉള്ള ഒരു പ്രഷർ ചേംബറാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയത്. സോ ദിസ് സ്റ്റീം ജാക്കറ്റ് ആണ് ഉള്ള ഒരു പ്രഷർ ചേംബർ നമ്മളിപ്പോൾ ഉണ്ടാക്കി. സോ അപ്പോൾ എൻ്റെ വർക്കിംഗ് പറഞ്ഞാൽ ആദ്യം ഇതിനകത്ത് വെള്ളം ഒഴിക്കുക, ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, സ്റ്റെറിലൈസ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ട്രെയിനകത്തേക്ക് അടുക്കി വെക്കുക. ദെൻ സ്വിച്ച് ഓൺ ദ ഹീറ്റർ ഓൺ ചെയ്യുക, ലിഡ് സ്ക്രൂ അങ്ങോട്ട് സ്ക്രൂ ചെയ്ത് വെക്കുക, പ്രഷർ നമുക്ക് വേണ്ട സെറ്റ് ചെയ്ത് വെക്കുക, ആദ്യമകത്തെ എയർ മാറ്റി സ്റ്റീമൊക്കെ നിറയാനായിട്ട് അനുവദിക്കുക, ശേഷം ഡിസ്ചാർജ് ടാപ്പ് ക്ലോസ് ചെയ്യുക. സോ ഇതനുസരിച്ച് അപ്പോൾ ടെമ്പറേച്ചർ സെറ്റ് അനുസരിച്ച്, പ്രഷർ സെറ്റ് അനുസരിച്ച് നിശ്ചിത നേരം നമ്മൾ വർക്ക് ചെയ്യുക. ഹോൾഡിംഗ് ടെമ്പറേച്ചർ ഉണ്ട്, ഹോൾഡിംഗ് ടെമ്പറേച്ചർ ആൻഡ് ഹോൾഡിംഗ് പ്രഷർ. സോ ഇത് രണ്ടും കണക്കാക്കി കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. സോ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്റ്റെറിലൈസേഷൻ ഒക്കെ കഴിഞ്ഞ ശേഷം അറ്റ്മോസ്ഫറിക് പ്രഷറിൽ എത്തിയ ശേഷം മാത്രമേ തുറക്കാവൂ. ഇപ്പോൾ അറ്റ്മോസ്ഫറിക് പ്രഷറിനേക്കാൾ കൂടി നിൽക്കുകയാണ്, അപ്പോൾ സമയത്ത് തുറന്നു കഴിഞ്ഞാൽ സ്പിൽ അല്ലെങ്കിൽ ഈവൻ എക്സ്പ്ലോഷൻസ് ഉണ്ടാകാം. വളരെ താന്നു പോയി കഴിഞ്ഞാൽ ഇത് തണുത്തിട്ട് വെള്ളം ഇങ്ങനെ നിറയാം, ഇവാപറേറ്റ് ചെയ്ത് പോകാം, അല്ലെങ്കിൽ വെള്ളമൊക്കെ നിറയാം. അപ്പോൾ ഇതിൽ എന്തെല്ലാം സ്റ്റെറിലൈസ് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേരിയസ് കൾച്ചർ മീഡിയാസ് നമുക്ക് ഇതിനകത്ത് സ്റ്റെറിലൈസ് ചെയ്യാം. റബ്ബർ മെറ്റീരിയൽസ് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം, പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം, ഏപ്രൺസ്, ഗൗൺസ് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം, ഡ്രസ്സിംഗ് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം, ദെൻ ഗ്ലൗസസ് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം, ഗോസസ്, സ്യൂച്ചേഴ്സ് ഇതൊക്കെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം. സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് എല്ലാം ഇതിനകത്ത്, സിറിഞ്ച്, IV അപ്പാരറ്റസ്, എക്യുപ്മെന്റ്സ്, സൊല്യൂഷൻസ് ഒക്കെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം. ഗ്ലാസ് വെയർസ് നമ്മൾ സാധാരണ ഹോട്ട് എയർ ഓവനിലായിരിക്കും സ്റ്റെറിലൈസ് ചെയ്യുക. ദെൻ ട്രാൻസ്ഫ്യൂഷൻ എക്യുപ്മെന്റ്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഒക്കെ ചെയ്യുന്ന സ്ഥലത്ത് ലാർജ് ഇൻഡസ്ട്രിയൽ പർപ്പസ് ട്രാൻസ്ഫ്യൂഷൻ എഴുതിയേക്കാം. ലാർജ് ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെ ഇത് ഉപയോഗിക്കാം. സോ അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യണം. ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഓൾസോ പ്രഷർ രണ്ടും വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന മാത്രമേ പറ്റൂ. അപ്പോൾ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾക്ക് നമുക്ക് പറ്റില്ല. അൺഹൈഡ്രസ് ആയിട്ടുള്ള സംഭവങ്ങൾക്ക് പറ്റില്ല, കാരണം മോയ്സ്ചർ ഉണ്ട്. പൗഡേഴ്സ്, ഓയിൽസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾക്കൊന്നും നമുക്കിത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഗുണം. ഈസ് ബിക്കോസ് ഇറ്റ്സ് റാപ്പിഡ് ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ട എഫക്റ്റീവ് മെത്തേഡാണ് എന്നുള്ളതാണ്. ഇനി ഇതിനകത്ത് സ്റ്റെറിലൈസ് ചെയ്യാൻ വെച്ചിരുന്ന സംഭവങ്ങൾ സ്റ്റെറൈൽ ആയോ ഇല്ലയോ എന്നറിയാനായിട്ട് നമുക്ക് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഇതിനകത്ത് വെക്കുന്നത് ബാസില്ലസ്, സ്റ്റീറോ തെർമോഫില്ലസ് എന്ന് പറയുന്ന അതിന്റെ സ്പോസ് ആണ്. സ്പോസ് നമ്മൾ ഇംപ്രഗ്നേറ്റ് ചെയ്ത് പേപ്പറിനകത്തോട്ട് അതിനകത്ത് വെക്കും. ഈ പേപ്പർ സ്ട്രിപ്പ് അങ്ങ് വെക്കും. സ്റ്റെറിലൈസ് ഒക്കെ ചെയ്തു, സംഭവം എടുത്തു. അതിനുശേഷം ഇത് നമ്മൾ തയോഗ്ലൈക്കോളേറ്റ് ഓർ കുക്ക്ഡ് മീറ്റ് മീഡിയ അതിനകത്തൊക്കെ നമ്മൾ ഒരു 5 ദിവസം 37 ഡിഗ്രി വെച്ചിട്ട് ഇൻക്യുബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടർബിഡിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ടർബിഡിറ്റി ഇല്ലെങ്കിൽ സ്റ്റെറൈലായി, സ്പോസ് എല്ലാം ചത്തു എന്നാണ് അർത്ഥം, സക്സസ് ആണ്. ദെൻ മറ്റൊരു മെത്തേഡ് നമ്മളുടെ ബ്രൗൺ ട്യൂബ് ആണ്. ബ്രൗൺ ട്യൂബ് നമ്മൾ മറ്റേതിനകത്ത് പറഞ്ഞതാണ്, ഹോട്ട് എയർ ഓവനിൽ പറഞ്ഞതാണ്. സോ റെഡ് ഗ്രീൻ ആവുന്നോ എന്ന് നോക്കാം. ദെൻ കെമിക്കൽ ഇൻഡിക്കേറ്റർ ഈ ബ്രൗൺ ട്യൂബ് തന്നെ എടുത്തിട്ട് ബ്ലാക്ക് ഓർ യെല്ലോ സ്പോട്സ് അതിനകത്ത് വരുന്നുണ്ടോ എന്ന് നോക്കാം. സോ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആയോ ഇല്ലയോ എന്ന് നമുക്കറിയാം. സോ ഇതാണ് മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡ്. സോ ബാക്കിയുള്ള മെത്തേഡ്സ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.